നമഃ. രാമ 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 രാമ. നാരായണ 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 നാരായണ. നാരായണ 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 നാരായണ. നാരായണ നാരായണ നാരായണ. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായ ആദായ തേനൈവ ദദാഹലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമോസ്തു രാമായ സ ലക്ഷ്മണായ ദേവീ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യാം. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ 378 ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുന്ദരകാണ്ഡത്തിലെ 13-ാം സർഗമാണ് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത്. ഹനുമാൻ സീതാദേവി അന്വേഷിച്ചുകൊണ്ട് ലങ്കാ നഗരത്തിലെ രാവണൻ്റെ കൊട്ടാരത്തിലൊക്കെ അന്വേഷിച്ച് നടന്നു. വളരെയധികം ബുദ്ധിമുട്ടി, അനവധി കാഴ്ചകൾ കണ്ടു. പക്ഷെ അവിടെ നിന്നും സീതാദേവിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. എന്തു പറ്റി സീതാദേവിക്ക്? എന്താണ് കാണാൻ പറ്റാത്തത്? ഒരുപാട് സ്ത്രീകളെയും ഒക്കെ രാവണത്തിൻ്റെ അന്തപുരത്തിൽ താൻ കണ്ടുവല്ലോ. രാവണനെയും കണ്ടു, മണ്ഡോദരിയെ കണ്ടു. പക്ഷെ അവരുടെ കൂടെ ഒന്നും സീതാദേവിയെ കാണാനില്ല. പല വിധത്തിലും വരുംവരായ്മകളെപ്പറ്റി ചിന്തിക്കുകയാണ്. എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടാവുമോ സീതാദേവിക്ക്? സീതാദേവിയെ കാണാതെ എങ്ങനെയാണ് മടങ്ങി പോവുക? അതെനിക്ക് സാധിക്കില്ല പറയുകയാണ്. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ പോയി കാണുമ്പോൾ സീതാദേവിയെ കണ്ടു എന്ന് പറയാതെ അവിടെ ചെന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഇവിടുന്ന് മടങ്ങിപ്പോവുക എന്നുള്ളത്, സീതാദേവിയെ കാണാതെ മടങ്ങിപ്പോവുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കണില്ല ആഞ്ജനേയന്. അങ്ങനെ നടന്ന് അന്വേഷിച്ച് കുറേ ചിന്തകളോടുകൂടി നിരാശനായിട്ടാണെങ്കിലും ഉത്സാഹം വിടാതെ അങ്ങനെ നടന്ന് പോയപ്പോഴാണ് അശോകവനിക, അശോകപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആരാമം, ഒരു പൂന്തോട്ടം കാണാനായിട്ട് ഇടവരുന്നത്. അതാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്ന അശോകവനിക കാണുന്നവരെയുള്ള ഭാഗം. ഹനുമാൻ്റെ ചിന്തകൾ എല്ലാം വർണ്ണിക്കുന്നു ഈ അധ്യായത്തിൽ. നമുക്ക് ഈ അധ്യായം ഒന്ന് പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ സുന്ദരകാണ്ഡേ ത്രയോദശസർഗ. വിമാനാത്തു സംക്രമ്യ പ്രാകാരം ഹരിപുങ്കവാം ഹനുമാൻ വേഗവാനാസീൽ യഥാ വിദ്യുൽഖനാന്തരേ. സംപരിക്രമ്യ ഹനുമാൻ രാവണസ്യ നിവേശനം അദൃഷ്ട്വാ ജാനകീം സീതാം അബ്രവീത് വചനം കപി. ഭൂയിഷ്ടം ലോലിതാലങ്ക രാമസ്യ ചരതാ പ്രിയം നഹി പശ്യാമി വൈദേഹിം സീതാ സർവാംഗശോഭനാം. പൽവലാനി തടാകാനി സരാംസി സരിതസ്തഥാ നദ്യോനോപവനാന്താശ്ച ദുർഗാശ്ച ധരണീധരാ. ലോലിതാ വസുധാ സർവാ നതു പശ്യാമി ജാനകീം ഇഹ സമ്പാദിനാ സീതാം രാവണസ്യ നിവേശനേ. ആഖ്യാത ഗൃധ്രരാജേന ന ച പശ്യാമി താമഹം കിം ന സീതാഥ വൈദേഹീ മൈഥിലീ ജനകാത്മജാം. ഉപതിഷ്ഠേത വിശ്വവശാ രാവണേന ഹൃദാപരാൽ ക്ഷിപ്രമുൽപതതോ മന്യേ സീതാമാദായ രാക്ഷസാം. ബിഭ്യതോ രാമബാണാനാം അന്തരാ പതിതാ ഭവേൽ അഥവാ ഗൃഹ്യമാണായാം പഥിസിദ്ധനിഷേവിതേ. മന്യേ പതിതമാര്യായാം ഹൃദയം പ്രേക്ഷ്യ സാഗരം രാവണസ്യോരുവേഗേന ഭുജാഭ്യാം പീഡിതേന ചാം.
തയാ മന്യേ വിശാലാക്ഷ്യാ ത്യക്തം ജീവിതമാര്യാം ഉപരിപരിവാനൂനം സാഗരം ക്രമതസ്തദാ വിവേഷ്ടമാനാ പതിതാ സമുദ്രേ ജനകാത്മജാ അഹോ ആഹോ ക്ഷുദ്രേണ ചാനേന രക്ഷന്തി ശീലമാത്മനാം അബന്ധുർഭക്ഷിതാ സീതാം രാവണേന തപസ്വിനി അഥവാ രാക്ഷസേന്ദ്രസ്യ പത്നീഭിः അസിതേക്ഷണ അദുഷ്ടാദുഷ്ടഭാവാഭിർഭക്ഷിതാ സാ ഭവിഷ്യതി സമ്പൂർണ്ണചന്ദ്രപ്രതിമം പത്മപത്രനിഭേക്ഷണം രാമസ്യ ധ്യായതി വക്ത്രം പഞ്ചത്വം കൃപണാഗതാം ഹാ രാമലക്ഷ്മണത്യേവം ലക്ഷ്മണേത്യേവം അയോധ്യേ ചേതി മൈഥിലി വിലപ്യ ബഹുവൈദേഹി യസ്സദേഹാ ഭവിഷ്യതി അഥവാ നിഹിതാ മന്യേ രാവണസ്യ നിവേശനെ നൂനം ലാലപ്യതേ സീതാ പഞ്ചരസ്സേവ ശാരികാം ജനകസ്യ സുതാ സീതാം രാമപത്നീ സുമധ്യമാം കഥമുൽപ്പലപത്രാക്ഷി രാവണസ്യ വശം വ്രജേൽ വിനഷ്ടാ വാ പ്രനഷ്ടാ വാ മൃതാ വാ ജനകാത്മജാ രാമസ്യ പ്രിയഭാര്യസ്യ ന നിവേദയിതം ക്ഷമം നിവേദ്യമാനേ ദോഷസ്യ ദോഷ സ്യാൽ അനിവേദനേ കഥം നു ഖലു കർത്തവ്യം വിഷമം പ്രതിഭാതി മേ അസ്മിന്നേവം ഗതേ കാര്യേ പ്രാപ്തകാലം ക്ഷമം ച കിം ഭവേദിതി മതം ഭൂയോ ഹനുമാൻ പ്രവിചാരയൻ യദി സീതാമദൃഷ്ട്വാഹം വാനരേന്ദ്രപുരീമിതാം ഗമിഷ്യാമി തതഃ കോ മേ പുരുഷാർത്ഥോ ഭവിഷ്യതി മമേദം ലംഘനം വ്യർത്ഥം സാഗരസ്യ ഭവിഷ്യതി പ്രവേശസ്യൈവ ലങ്കായാം രാക്ഷസാനാം ച ദർശനം കിം വാം ഭക്ഷ്യതി സുഗ്രീവോ ഹരയോ വാ സമാഗതാഹം കിഷ്കിന്ധാം സമനുപ്രാപ്തം തൗ വാം ദശരഥാത്മജൗ ഗത്വാ യദി കാകുത്സ്ഥം വക്ഷ്യാമി പരമപ്രിയം ന ദൃഷ്ടേതി മയാ സീതാ തദസ്യ ക്ഷ്യതി ജീവിതം പരുഷം ദാരുണം ക്രൂരം തീക്ഷ്ണമിന്ദ്രിയതാപനം സീതാനിമിത്തം ദുർവാക്യം ശ്രുത്വാ സ ന ഭവിഷ്യതി തം തു കൃച്ഛ്രഗതം ദൃഷ്ട്വാ പഞ്ചത്വഗതമാനസം ഭൃശാനുരക്തോ മേധാവി ന ഭവിഷ്യതി ലക്ഷ്മണ വിനഷ്ടോ ഭ്രാതരോ ശ്രുത്വാ ഭരതോപി മരിഷ്യതി ഭരതം ച മൃതം ദൃഷ്ട്വാ ശത്രുഘ്നോ ന ഭവിഷ്യതി പുത്രാൻ മൃതാൻ സമീക്ഷ്യാഥ ന ഭവിഷ്യന്തി മാതരാ കൗസല്യാ ച സുമിത്രാ ച കൈകേയീ ച ന സംശയാ കൃതജ്ഞഃ സത്യസന്ധശ്ച സുഗ്രീവപ്ലവഗാധിപാം രാമം തഥാഗതം ദൃഷ്ട്വാ തദസ്യ ക്ഷ്യതി ജീവിതം ദുർമനാ വിധിതാദീനാം നിരാനന്ദാ തപസ്വിനി പീഡിതാ ഭർതൃശോകേന രുമാ ത്യക്ഷ്യതി ജീവിതം വാരിജേന ദുഃഖേന പീഡിതാ ശോകകർഷിതാം പഞ്ചത്വം ച ഗതേ രാജ്ഞി താരാപി ന ഭവിഷ്യതി മാതാ പിത്രോർവിനാശേന സുഗ്രീവവ്യസനേന ച കുമാരോപ്യംഗതകസ്മാൽ ധാരയിഷ്യതി ജീവിതം ഭർതൃജേന തു ദുഃഖേന ഹ്യഭിഭൂതാ വനൗകസാ ശിരാംസഭിഃ ഹനിഷ്യന്തി തലേർമുഷ്ടിഭിരേവ ച സാന്ത്വേനാനുപ്രദാനേന മാനേന ച യശസ്വിനാ ലാളിതാ കപിരാജേന പ്രാണാം ത്യക്ഷ്യന്തി വാനരാ ന വനേഷു ന ശൈലേഷു ന നിരോധേഷു വാ പുനഃ പീഡാമനുഭവിഷ്യന്തി സമേത്യ കപികുഞ്ചരാം സപുത്രധാരാ സാ മാത്യ ഭർതൃവ്യസനപീഡിതാം ശൈലാഗ്രേഭ്യ പതിഷ്യന്തി സമേത്യ വിഷമേഷു ചാം വിഷമുൽബന്ധനം വാപി പ്രവേശം ജ്വലനസ്യ വാം ഉപവാസമഥോ ശാസ്ത്രം പ്രചരിഷ്യന്തി വാനരാഹം ഘോരമാരോദനം മന്യേ ഗതേ മയി ഭവിഷ്യതി ഇക്ഷ്വാകുകുലനാശസ്സൈവ വനൗകസാം സോഹം നൈവ ഗമിഷ്യാമി കിഷ്കിന്ധാം നഗരീമിതാം ന ച ശക്ഷ്യാമ്യഹം ദ്രഷ്ടും സുഗ്രീവം മൈഥിലീം വിനാ മയ്യ ഗച്ഛതി ചേഹസ്സേ ധർമാത്മാനോ മഹാരഥൗ ആശയാ തൗ ധരിഷ്യേതേ
വാനരാശ്രമനസ്വിനാം ഹസ്തദാനോ മുഖാദാനോ നിയതോ വൃക്ഷമൂലികാം വാനപ്രസ്ഥോ ഭവിഷ്യാമി യദൃഷ്ട്വാ ജനകാത്മജാം സാഗരാനുപജേ ദേശേ ബഹുമൂലഫലോദകേ ചിതാം കൃത്വാ പ്രവേക്ഷ്യാമി സമിദ്ധമരണീ സുതം ഉപവിഷ്ടസ്യ സാ സമ്യക് ലിംഗിനിം സാധയിഷ്യത ശരീരം ഭക്ഷയിഷ്യന്തി വായസാശ്വാപദാനി ച ഇതം ഹർഷിഭിർദൃഷ്ടം നിര്യാണം ഇതി മേ മതി സമ്യഗാപപ്രവേക്ഷ്യാമി ന ചേൽ പശ്യാമി ജാനകിം സുജാതമൂലാസു ഭഗ കീർത്തിമാലാ യശസ്വിനി പ്രഭഗ്നാ ചിരരാത്രായ മമ സീതാമപശ്യതാം താപസോ വാ ഭവിഷ്യാമി നിയതോ വൃക്ഷമൂലികാം നേതപ്രതിഗമിഷ്യാമി താം അദൃഷ്ട്വാസിതേക്ഷണാം യദീത പ്രതിഗച്ഛാമി സീതാം അനധിഗമ്യതാം അംഗദസഹതൈ സർവൈർവാനരൈർന ഭവിഷ്യതി വിനാശേ ബഹവോ ദോഷാം ജീവൻ ഭദ്രാണി പശ്യതി തസ്മാത് പ്രാണാൻ ധരിഷ്യാമി ധ്രുവോ ജീവതി സംഗമം ഏവം ബഹുവിധം ദുഃഖം മനസാ ധാരയൻ മുഹും നാധിഗച്ഛത്തദാ പാരം ശോകസ്യ കപികുഞ്ജരാം തതോ വിക്രമമാസാദ്യ ധൈര്യവാൻ കപികുഞ്ജരാം രാവണം വാ വധിഷ്യാമി ദശഗ്രീവം മഹാബലം കാമമസ്തു ഹൃദാ സീത പ്രത്യാർച്ചീർണം ഭവിഷ്യതി അഥ വൈനം സമുക്ഷിപ്യ ഉപര്യുപരി സാഗരം രാമായോപഹരിഷ്യാമി പാശം പശുപതേരിവ ഇതി ചിന്താം സമാപന്ന സീതാമനധിഗമ്യതാം ധ്യാനശോകവരീതാത്മാം ചിന്തയാമാസ വാനരാം യാവൽ സീതാം ഹി പശ്യാമി രാമപത്നി യശസ്വിനീം താവതേതാം പുരീം ലങ്കാം വിജിനോമി പുനഃ പുനഃ സമ്പാദിവചനാച്ചാപി രാമം യദ്യാനയാമ്യഹം അപശ്യൻ രാഘവോ ഭാര്യാം നിർദഹേൽ സർവവാനരാൻ ഇഹൈവ നിയതാഹാരോ വത്സ്യാമി നിയതേന്ദ്രിയാം നമൽകൃതേ വിനശ്യേയു സർവേ തേ നരവാനരാം അശോകവനികാധേയം ദൃശ്യതേയാ മഹദ്രുമാം ഇമാം അഭിഗമിഷ്യാമി ന ഹീയം വിജിതാമയാം വസുരുദ്രാം സദാദിത്യാ അശ്വിനൗ മരുതോപി ചാം നമസ്കൃത്വാ ഗമിഷ്യാമി രക്ഷസാം ശോകവർദ്ധനാം ജിത്വാതു രാക്ഷസാൻ സർവാൻ ഇക്ഷ്വാകുകുലനന്ദിനീം സംപ്രദസ്യാമി പ്രദാസ്യാമി രാമായാം യഥാസിദ്ധിം തപസ്വിനേ സമുഹൂർത്തം ഇവ ധ്യാത്വാ ചിന്താവഗ്രഥിതേന്ദ്രിയാം ഉദതിഷ്ഠൻ മഹാതേജ ഹനുമാൻ മാരുതാത്മജാ നമോസ്തു രാമായ സലക്ഷ്മണായ ദേവീജുതസേ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുഗണേഭ്യ സുതേഭ്യസ്തു നമസ്കൃത്വാ സുഗ്രീവായ ച മാരുതി ദിശസർവാ സമാലോക്യ ഹി അശോകവനികാം പ്രതി സ ഗത്വാ മനസാ പൂർവമശോകവനികാം ശുഭാം ഉത്തരം ചിന്തയാമാസ വാനരോ മാരുതാത്മജാ ധ്രുവം തു രക്ഷോ ബഹുലാം ഭവിഷ്യതി വനാകുലാം അശോകവനികാ ചിന്ത്യ സർവസംസ്കാരസംസ്കൃതാം ദക്ഷിണശാസ്ത്രവിഹിതാം നൂനം രക്ഷന്തി പാദപാൻ ഭഗവാനവി സർവാത്മാ നാദിക്ഷോഭം പ്രവാദി വൈ സംക്ഷിപ്തോയം മയാത്മാ ച രാമാർത്ഥേ രാവണസ്യ ചാം സിദ്ധിം മേ സംവിധാസ്യന്തി ദേവാം സർഷിഗണാസ്വിഹാം ബ്രഹ്മാ സ്വയംഭൂർഭഗവാൻ ദേവാസ്യൈവ ദിശന്തു മേ സിദ്ധിമഗ്നിശ്ച വായുശ്ച പുരുഹൂതശ്ച വജ്രഭൃ പരിണഃ പാശഹസ്തശ്ച സോമാദിത്യോ തഥൈവ ചാം അശ്വിനോ ച മഹാത്മാനോ മരുതഃ സർവ ഏവ ചാം സിദ്ധിം സർവാണി ഭൂതാനാം ചൈവ യ പ്രഭു ദാസ്യന്തി മമ യേ ചാന്യേ ഹ്യദൃഷ്ടാവധിഗോചരാം തതുന്നസം പാണ്ഡരദന്തം അവ്രണം ശുചിസ്മിതം പത്മപരാശിലോചനം ദ്രക്ഷേതധാര്യാവതരം കഥാന്വഹം പ്രസന്നതാരാധിപത തുല്യദർശനം ക്ഷുദ്രേണ പാപേന നിശംസകർമ്മണാം സുദാരുണാലങ്കൃതവേഷധാരിണാം ബലാഭിഭൂതാ ഹ്യബലാ തപസ്വിനി
കഥന്നു മേ ദൃഷ്ടിപഥേദ്യ സാ ഭവേൽ. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ചതുർവിംശതിസഹസ്രകായാം സംഹിതായാം സുന്ദരകാണ്ഡേ ഹനുമൻ നിർവേദോ നാമ ത്രയോദശ സർഗാം. സർവത്ര രാമനാമസങ്കീർത്തനം. രാമ 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 രാമ. ഹനുമാൻ്റെ ചിന്തകൾ. ഇനി എന്ത് ചെയ്യും? സീതാദേവിയെ ഇതുവരെ കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് പല വിധത്തിലും ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ ആ രാവണൻ്റെ ശാലകളിൽ നിന്നൊക്കെ പുറത്തേക്ക് ചാടി, ഉയർന്ന മതിലായിരുന്നു, അതിൽ കൂടി ചാടി അരമനയുടെ കൊട്ടാരത്തിൻ്റെ പുറത്തു വന്നു എന്ന് പറയാം. അങ്ങനെ ഏകാന്തമായിട്ടുള്ള സ്ഥലത്ത് അങ്ങനെ ഇരുന്നു ഹനുമാൻ. സീതാദേവിയെ കാണാത്തതുകൊണ്ട് സ്വയം ചിന്തിച്ചുകൊണ്ട് ഓരോന്നായിട്ട് ഓരോ ചിന്തകൾ, ഇനി എന്ത് ചെയ്യണമെന്നുള്ള പരിപാടിയൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഹനുമാൻ ചിന്തിക്കുകയാണ്, ഞാൻ എത്ര സ്ഥലത്ത് ചുറ്റി നടന്ന് നോക്കിക്കഴിഞ്ഞു. ശ്രീരാമചന്ദ്ര പ്രഭുവിന് വേണ്ടി ലങ്കയിൽ എല്ലാം ഒട്ടേറെ സ്ഥലങ്ങളിൽ ഞാൻ വന്ന് കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം ചുറ്റി നടന്ന് നോക്കിക്കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ദേവിയെ കാണാൻ സാധിച്ചില്ല. ചെറിയ പൊയ്കകളും തടാകങ്ങളും സരസ്സുകളും വലിയ ചെറിയ തോടുകളും വെള്ളം ധാരാളമുള്ള അരണ്യങ്ങൾ, ആഴമേറിയ നദികൾ, ദുർഗമങ്ങളായ മഹാനദികൾ, ഇതിലെല്ലാം ഞാൻ ലങ്കാരാജ്യത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ആയി എന്നർത്ഥം. അവിടേക്ക് ഞാൻ തിരിഞ്ഞു നടന്നു. പക്ഷെ ദേവിയെ കാണാനായിട്ട് സാധിച്ചില്ല. പൽവരാനി തടാകാനി സരാംസി സരിതസ്തഥാ നദ്യോനോപവനാന്താശ ദുർഗാശ ധരണീധരാ ലോഡിത വസുധാ സർവ നതു പശ്യാമി ജാനകി. ഇത്ര സ്ഥലങ്ങളിലും പോയി കണ്ടിട്ടും തടാകങ്ങളും സരസ്സുകളും എല്ലാം പോയി അന്വേഷിച്ചിട്ടും ദേവിയെ കാണാനായിട്ട് സാധിച്ചില്ല. ഇഹ സമ്പാദിനാ സീത രാവണസ്യ നിവേശനേ. രാവണൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്നാണ് പേടി. സമ്പാദിയെ കാണുണ്ടായില്ല പോരുന്ന വഴിക്ക്. സമ്പാദി പറഞ്ഞതനുസരിച്ച് ദേവി ഈ രാവണൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ രാവണനെ കണ്ടു, മണ്ഡോദരിയൊക്കെ കണ്ടു, ദേവിയെ കണ്ടില്ല. സീതാദേവി നിവൃത്തിയില്ലാതെ വന്നപ്പോൾ രാവണനോട് ചേർന്ന് പോയിട്ടുണ്ടാവുമോ? അത് അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. രാവണൻ എന്ന് പറഞ്ഞാൽ അതിദുഷ്ടനാണ്, ഉപദ്രവം കഠിനമായിട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ദേവി സഹിക്കവയ്യാതെ രാവണനോട് ചേർന്ന് നിൽക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുമോ? അതോ ദേവിയെയും കൂട്ടിക്കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു പോയ സമയത്തേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ കടലിലേക്ക് വീണു പോയിണ്ടാവുമോ? താഴത്തേക്ക് വീണിട്ടുണ്ടാവുമോ സീതാദേവി? ശ്രീരാമസ്വാമിയുടെ ബാണങ്ങളെ ഭയപ്പെട്ടിട്ടാണല്ലോ രാവണൻ പോന്നിട്ടുണ്ടാവും അവിടുന്ന്. തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ പോന്നിട്ടുണ്ടാവും. പോരുന്ന വഴിക്ക് എങ്ങാനും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നാണ്. അതോ ഈ സിദ്ധന്മാരൊക്കെ സഞ്ചരിക്കുന്ന വഴിയിൽ കൂടി പോരുന്ന സമയത്ത് മഹാസാഗരത്തിൻ്റെ അലയടി ശബ്ദം കേട്ട് പേടിച്ചിട്ട് ദേവിയുടെ ഹൃദയം താഴത്തേക്ക് പതിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെയും സംഭവിക്കാം. പേടിച്ചിട്ടെങ്ങാനും കടലിൽ വീഴ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുമോ എന്ന്. അതോ ദേവി രാവണൻ്റെ കൈകളുടെയും കാലുകളുടെയൊക്കെ ശക്തി കൊണ്ട് അമർത്തപ്പെടുന്ന സമയത്ത് സ്വയം പ്രാണൻ പോയിട്ടുണ്ടാവുമോ? സീതാദേവിയുടെ മരണം സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെയാണ് സംശയിക്കുന്നത്. തയാമന്യേ വിശാലാക്ഷ്യ ത്യക്തം ജീവിതമാര്യ. ജീവിതം ഒരുപക്ഷെ ഉപേക്ഷിച്ചിട്ടുണ്ടാകുമോ? ഉപരി വാനൂനം സാഗരം ക്രമതസ്തുത. രാവണസ്യോരു വേഗേന ഭുജാഭ്യാം പീഡിതേന ചാം. രാവണനാണെങ്കിൽ തൻ്റെ കൈകളുടെ ശക്തി കൊണ്ട് സീതാദേവിയെ പിടിച്ചമർത്തി ഉപദ്രവിച്ചിട്ടുണ്ടാവാം ഒരുപക്ഷെ. അപ്പോൾ ഒരുപക്ഷെ പ്രാണൻ പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ സംശയിക്കുകയാണ് ഹനുമാൻ. സമുദ്രത്തിൻ്റെ മീതെ വരുന്ന സമയത്ത് ദേവി കിടന്ന് പെട്ടഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ. അപ്പോൾ രാവണൻ തൻ്റെ കഠിനമായിട്ടുള്ള ഉപദ്രവങ്ങളെ ഏൽപ്പിച്ചിട്ട് അതിൽ സഹിക്കവയ്യാതെ സീതാദേവി താഴത്തേക്ക് വീണ് പോയിട്ടുണ്ടാവുമോ?
അതോ സീതാദേവി തനിക്ക് ഒരിക്കലും അധീനയാകില്ല എന്ന് മനസ്സിലായപ്പോൾ സീതാദേവിയുടെ പാതിവ്രത്യനിഷ്ഠ കൊണ്ട് തനിക്കൊരിക്കലും അധീനയാകില്ല എന്ന് മനസ്സിലാക്കിയ രാവണൻ കോപം വന്നപ്പോൾ സീതാദേവിയെ ഭക്ഷിച്ചിട്ടുണ്ടാകുമോ എന്ന്. അസുരനാണല്ലോ, മനുഷ്യനെ ഭക്ഷിക്കാനൊന്നും മടിയില്ലാത്തവനാണ്. കൊടും ക്രൂരകളായിട്ടുള്ള രാവണൻ്റെ പത്നിമാർ ഒരുപക്ഷെ സീതാദേവി വന്നപ്പോൾ ദേവിയെ പിടിച്ചിട്ട് ഭക്ഷിച്ചെന്നും വരാം, അങ്ങനെയും വരാം എന്ന് വിചാരിക്കുകയാണ് ഹനുമാൻ. ഒരുപക്ഷെ രാവണൻ ഭക്ഷിച്ചിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ രാവണ പത്നിമാർ, അനേകം രാവണ പത്നിമാരുണ്ടല്ലോ, അവർ ആരെങ്കിലും സീതാദേവിയെ ഭക്ഷിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ സംശയിക്കുകയാണ്. എന്നിട്ട് ചിന്തിക്കുകയാണ്, സീതാദേവിയുടെ മുഖത്തെപ്പറ്റി ചിന്തിക്കുകയാണ്. എത്ര സുന്ദരമാണ്, ശരത്കാല പൂർണ്ണചന്ദ്രന് തുല്യമാണ് എൻ്റെ സീതാദേവിയുടെ മുഖം. താമരപ്പൂവ് ഇതേപോലെ അഭിരാമമാണ്, മനോഹരമാണ് ആ കണ്ണുകൾ. ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് ദേവി ഒരുപക്ഷെ സ്വയം ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ടാകുമോ? ഹാ രാമ, ഹാ ലക്ഷ്മണ, ഹാ അയോധ്യ എന്നിങ്ങനെ വിലപിച്ചുകൊണ്ട് പ്രാണവിയോഗ സമയത്തിൽ ദേവി കരഞ്ഞിട്ടുണ്ടാകാം. സ്വയം തൻ്റെ ശരീരം ഉപേക്ഷിച്ച് താൻ മരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകുമോ സ്വയം എന്ന് ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ രാവണൻ്റെ വീട്ടിലെവിടെയെങ്കിലും അന്തർഗൃഹത്തിൽ ജയിലിൽ സൂക്ഷിച്ച പോലെ സൂക്ഷിച്ചിട്ടുണ്ടാവും. കൂട്ടിലിട്ട കിളിയെപ്പോലെ, ഒരു കൂട്ടിലടച്ച കിളിയെപ്പോലെ അസ്വതന്ത്രയായിട്ടിരിക്കുന്നുണ്ടാവുമോ? അവിടെ പേ പിടിച്ച പോലെ വിലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുമോ? ആ സുന്ദരിയായിട്ടുള്ള സീതാദേവി ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ടുള്ള ശ്രീരാമൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള ആ സുന്ദരി രത്നം, ആ വിശാലലോചനയായിട്ടുള്ള സീതാദേവി രാവണന് വശകതയാകുമെന്നത് ഒരിക്കലും ചിന്തിക്കാൻ തന്നെ വയ്യ. അങ്ങനെ ചിന്തിക്കുന്നത് മഹാപാപമാണ് എന്ന് ഹനുമാൻ വിചാരിക്കണം. അത്രയും പതിവ്രതയാണ് സീതാദേവി, ഒരിക്കലും അധർമ്മം ചെയ്യുന്നവളല്ല. അതുകൊണ്ട് ഒരിക്കലും രാവണന് വശപ്പെടാനുള്ള സാധ്യതയില്ല. ഒന്നുകിൽ സ്വയം മറഞ്ഞു നിൽക്കുകയായിരിക്കും, അതല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുകയായിരിക്കും, ഒളിച്ചു വെച്ചിരിക്കുകയായിരിക്കും, അതല്ലെങ്കിലോ മരണപ്പെട്ടിട്ടുണ്ടാവും. ഇത് മൂന്നാണ് സാധ്യതയുള്ളത് എന്ന് വിചാരിക്കുകയാണ്. സീതാദേവി ഒന്നുകിൽ സ്വയം മറഞ്ഞു നിൽക്കുക, ആരെയും കാണണ്ട എന്നുള്ള ഭാവത്തിൽ എവിടെയെങ്കിലും വിളിച്ചിരിക്കുന്നുണ്ടാവാം, അതല്ലെങ്കിൽ സീതാദേവി ആർക്കും കാണിച്ചു കൊടുക്കണ്ട എന്നുള്ള വിധത്തിൽ രാവണൻ എവിടെയെങ്കിലും മുറിയിലിട്ട് മറച്ച് വെച്ചിട്ടുണ്ടാകാം. അതുമല്ലെങ്കിൽ സ്വയം ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ടാകുമോ? ഇതിനാണ് സാധ്യത കൂടുതൽ, ഈ മൂന്ന് കാര്യങ്ങൾക്കും. ഇനി ഞാൻ തിരിച്ചു പോയാൽ എന്താണ് പറയുക രാമേന്ദ്ര പ്രഭുവിനോട്? പ്രാണപ്രിയയായിട്ട് ദേവിയെ കണ്ടില്ല എന്ന് പറയണ്ടേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിഷമത്തിലെത്തും ശ്രീരാമചന്ദ്രൻ. പറയാതിരുന്നാലോ അതിലധികം വിഷമത്തിലാകും. ഏതാണ് വേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അല്ലാതെ വിഷമം തോന്നുന്നു ഉള്ളിൽ, ഒരു തീരുമാനം എടുക്കാൻ സാധിക്കണില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പല വിധത്തിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്താണ് നല്ലത് എന്നുള്ളൊരു തീർപ്പിൽ എത്തിക്കാനായിട്ട് സാധിച്ചത്. എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ദേവിയെ കാണാതെ തിരിച്ചു പോകുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ വയ്യ. വാനരന്മാർ താമസിക്കുന്ന നഗരിയിലേക്ക് മടങ്ങിയെത്തുന്ന എനിക്ക് എന്ത് പുരുഷാർത്ഥമാണ് കിട്ടുക എന്ന് പറയാം. ദേവിയെ കാണാതെ ചെന്നാൽ എനിക്കൊന്നും നേടാൻ സാധിച്ചില്ലല്ലോ. വിശാലമായ നഗരം ചാടിക്കടന്ന് ലങ്കയിലെ ഗൃഹങ്ങളിലേക്ക് പ്രവേശിച്ച് രാക്ഷസ സമൂഹത്തെ കണ്ടതൊക്കെ വെറുതെയാവും. സുഗ്രീവനും ദശരഥനന്ദനന്മാരൊക്കെ കിഷ്കിന്ധയിലേക്ക് എത്തിച്ചേരുന്ന എന്നോട് എന്താണ് പറയുക? അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ പറയണ്ടേ സീതാദേവിയെ ഞാൻ കണ്ടില്ല എന്ന്? അത് ഞാൻ പറഞ്ഞാൽ രാമേന്ദ്രപ്രഭുവിന് വല്ലാതെ വിഷമം തോന്നില്ലേ? ഒരുപക്ഷെ സ്വയം പ്രാണൻ പോലും വെടിയാൻ തയ്യാറാവും.
അങ്ങനെയുള്ളൊരു വാക്ക് കേൾക്കാൻ ഒരിക്കലും രാമേന്ദ്ര പ്രഭു തയ്യാറാവില്ല. പൗരുഷവും ക്രൂരവും തീക്ഷ്ണവും സർവേന്ദ്രിയ സന്താപകവും ദാരുണവുമായിട്ടുള്ള അത്തരം വാക്യങ്ങളൊന്നും രാമേന്ദ്ര പ്രഭുവിനോട് പറയാൻ സാധിക്കില്ല. വല്ലാത്ത വിഷമാവസ്ഥയിലായിത്തീരും എന്ന് പറയാണ്. ന ദൃഷ്ടേതി മയാ സീത തതസ്യക്ഷ്യതി ജീവിതം പരുഷം ദാരുണം ക്രൂരം. പരുഷമായിട്ടുള്ള അത്തരം വാക്കുകൾ, ദാരുണമായ വാക്കുകൾ, മാത്രമല്ല ക്രൂരമായ വാക്കുകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകളാണല്ലോ. അത്തരം വാക്കുകളൊക്കെ തീക്ഷ്ണം ഇന്ദ്രിയ താപനം. തീക്ഷ്ണമാണ് രാമേന്ദ്ര പ്രഭുവിനെ സംബന്ധിച്ച്. ഇന്ദ്രിയങ്ങൾക്ക് ദുഃഖം പകരുന്ന, മനസ്സിന് വിഷമം വരുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല ഈ ഉള്ളവന്. മാത്രമല്ല ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ ദയനീയമായിട്ടുള്ള അന്ത്യം കണ്ടാൽ പിന്നീട് ലക്ഷ്മണൻ ജീവിച്ചിരിക്കില്ല. സഹോദരന്മാരുടെ മരണം കേട്ടാൽ ഭരതകുമാരൻ്റെ ജീവിതവും അതോടുകൂടി അവസാനിക്കും. രാമനും ലക്ഷ്മണൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭരതൻ ശരീരം വയ്ക്കില്ല, ശരീരം ഇടിഞ്ഞു പോകും. പിന്നെ ശത്രുഘ്നൻ്റെ കാര്യം പറയണോ? എല്ലാ ജ്യേഷ്ഠന്മാരും പോയി കഴിഞ്ഞാൽ ആ ജ്യേഷ്ഠന്മാരുടെ പിന്നാലെ ശത്രുഘ്നും അനുഗമിക്കാതിരിക്കില്ല. പിന്നെ കൗസല്യാദേവി, സുമിത്രാദേവി, കൈകേയി എല്ലാവരും ജീവത്യാഗം ചെയ്യാതിരിക്കില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല എന്ന് വിചാരിക്കുകയാണ് അഞ്ജനേയൻ. രാമേന്ദ്ര പ്രഭു ശരീരം വെടിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലാരും ജീവിച്ചിരിക്കില്ല. സുഗ്രീവൻ പോലും ശരീരം വെടിയാതിരിക്കില്ല. രാജ്ഞി രുമ, സുഗ്രീവൻ്റെ പത്നിയായിട്ടുള്ള രുമാരാജ്ഞി ഈ ദുഃഖാഗ്നിയിൽ വീണ് പിടച്ച് തൻ്റെ ശരീരം ഉപേക്ഷിക്കും. താരാദേവി അതുപോലെ തന്നെ വല്ലാതെ ഇപ്പം തന്നെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താരയ്ക്കും മരിക്കാൻ ഉള്ള പ്രേരണയാണ് ഉണ്ടാകുക. അല്പമെങ്കിലും ആശ്വാസം അരുളുന്ന സുഗ്രീവൻ മരിച്ചാൽ താരയുടെയും ആയുസ് അറ്റുപോകുമെന്ന് പറയാണ്. പഞ്ചത്വം ഗതേ രാജ്ഞി താരാപി ന ഭവിഷ്യതി മാതാ പിത്രോർ വിനാശേന സുഗ്രീവ വ്യസനേന ച. എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ, സുഗ്രീവനും കൂടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ താരാദേവി ജീവിച്ചിരിക്കില്ല. അവർക്കും അന്ത്യമുണ്ടായി എന്ന് വരാം. അങ്ങനെ എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ, മാതാപിതാക്കളുടെ വിയോഗം, സുഗ്രീവൻ്റെ മരണം, ഇതെല്ലാം കണ്ടാൽ ആർക്കാ പിന്നെ ജീവിച്ചിരിക്കാൻ തോന്നുക? അംഗദനൊക്കെ മരിക്കാതിരിക്കുമോ? അംഗദ രാജകുമാരനൊക്കെ ജീവനെ ത്യജിക്കാതിരിക്കില്ല എന്നർത്ഥം. പിന്നെ മറ്റുള്ള വാനരന്മാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? തൻ്റെ യജമാനന്മാരൊക്കെ അതിദുഃഖിതയായിട്ട് മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ആശ്രയിക്കുന്ന വാനരന്മാർ കൈകൊണ്ടും മുഷികൾ കൊണ്ടൊക്കെ തല തല്ലിപ്പൊളിക്കും സ്വയം. സുഗ്രീവൻ പരിപാലിച്ചു കൊണ്ടുവന്നിരുന്ന വാനരന്മാരിൽ ഒന്നുപോലും ജീവിതം ആക്കി വയ്ക്കില്ല. ഒരു വാനരന്മാർ പോലും പിന്നെ ജീവിച്ചിരിക്കാൻ തയ്യാറാവില്ല. അങ്ങനെ കപികുഞ്ചരന്മാർ, വാനരശ്രേഷ്ഠന്മാർ വനങ്ങളിലും മേടുകളിലും ഒത്തുചേർന്ന് ആനന്ദം ക്രീഡിക്കുക എന്നുള്ള അവരുടെ തൊഴിലൊന്നും, അവരുടെ വേലകളൊന്നും മേലിൽ ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. അവരൊന്നും ആനന്ദിച്ച് ജീവിച്ചിരിക്കില്ല. അമ്മയും ഭാര്യയും മക്കളുമൊത്ത് പൊറുക്കാൻ കഴിയാത്ത സന്താപം കൊണ്ട് ഗിരിശൃംഗങ്ങളിൽ നിന്ന് വിഷമസ്ഥലത്തിലേക്ക് വീണ് അവർ മൃതിയടയും ഓരോരുത്തരായിട്ട്. ഒരുപക്ഷെ ചിലർ വിഷപാനം ചെയ്യും, ചിലർ കെട്ടിത്തൂങ്ങും, ചിലർ അഗ്നികുണ്ഡത്തിൽ ചാടി അല്ലെങ്കിൽ സ്വയം നാശം വരുത്തി തൻ്റെ ശരീരം ഉപേക്ഷിക്കും. ആർത്തന്മാരുടെ വിലാപം സ്വരം അയോധ്യ രാജ്യത്തിലും ദണ്ഡകാരണത്തിലൊക്കെ സർവത്ര ഉയർന്നു വരും. രഘുവംശ നാശം തന്നെ സംഭവിച്ചേക്കും എന്നെല്ലാം വിചാരിക്കുകയാണ് ഹനുമാൻ. എന്തെല്ലാം സംഭവിക്കുമെന്ന് കൃത്യം പറയാൻ സാധിക്കില്ല. ഉപവാസം അഥോ ശസ്ത്രം പ്രചരിഷ്യന്തി വാനര ഘോരമാരോധനം മന്യേ ഗതയമയി ഭവിഷ്യതി. ഇക്ഷ്വാകുകുല നാശിച്ച, ഇക്ഷ്വാകുകുലം തന്നെ
നശിക്കും എന്ന് പറയാണ്. നാശസ്യൈവ മനോപസാം സോഹം നൈവ ഗമിഷ്യാമി കിഷ്കിന്ധാം നഗരീമിതാം. അങ്ങനെ കുലങ്ങളൊക്കെ നശിച്ചു പോവും. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഞാൻ മടങ്ങിച്ചെന്നാൽ ദേവിയെ കാണാതെ സുഗ്രീവനെ സമീപിക്കുവാൻ എനിക്ക് സാധിക്കില്ല. ഇത്തരമൊരു ദുരന്തം അയോധ്യയിലോ ദണ്ഡകാരണ്യത്തിലോ കിഷ്കിന്ധയിലോ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് പോകാതെ ഇവിടെ തന്നെ താമസിച്ചാലോ? ഒരുപക്ഷേ രാമനും ലക്ഷ്മണനുമൊക്കെ പ്രതീക്ഷകളെ കൊണ്ട് ജീവിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ കാര്യം സാധിക്കാതിരുന്നാൽ അവരും ദുഃഖത്തിനടിമകളാവില്ലേ? വാനരന്മാരും അതുപോലെ വല്ലാതെ പ്രതീക്ഷയോട് കാത്തിരിക്കല്ലേ? സീതാദേവിയെ കാണാതിരുന്നാൽ ഏതെങ്കിലും വൃക്ഷങ്ങളിലൊക്കെ വസിച്ചുകൊണ്ട് ആഹാരം കഴിക്കാതെ ഞാൻ അങ്ങനെ ഇരുന്ന് എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് വരാം. ഇവിടെ എനിക്ക് ഇഷ്ടം പോലെ തിന്നാനൊക്കെ ഉണ്ട്. നിർമ്മലമായിട്ടുള്ള കായ്ക്കിഴങ്ങുകളുണ്ട്. സമുദ്രതീരങ്ങളിൽ പോയിട്ട് ധാരാളം ജലം പാനം ചെയ്യാം. അല്ലെങ്കിൽ അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ട് എനിക്ക് അതിൽ പ്രവേശിക്കാം. എന്ത് വേണമെങ്കിലാവാം. ഞാൻ വേണമെങ്കിൽ സ്വയം നശിച്ചു പോകാം. അതിനുള്ള സാധ്യതകളും ഉണ്ട് ഇവിടെ. അല്ലെങ്കിൽ നിരാഹാരം അനുഷ്ഠിക്കാം, ഒന്നും കഴിക്കാതിരിക്കാം, അങ്ങനെ ജീവത്യാഗം ചെയ്യാം. അങ്ങനെയുള്ള എൻ്റെ ശവത്തെ കുറുക്കനും കാക്കകളും തിന്ന് നശിച്ചു പോകട്ടെ എന്നെല്ലാം അത് ഏറ്റവും അവസാനത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും കൂടി ഹനുമാൻ തയ്യാറായി എന്നർത്ഥം. മുനീശ്വരന്മാരൊക്കെ മരിച്ചു പോയാൽ ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. അവർക്ക് ആരുമില്ലല്ലോ. എങ്ങനെയെങ്കിലും ശരീരം ഉപേക്ഷിക്കുന്നവരാണല്ലോ മുനീശ്വരന്മാർ. അവർക്ക് ജലത്തിനുള്ളിൽ കിടക്കാൻ സാധിക്കും. അങ്ങനെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു പോകാൻ ഈയുള്ളവനും സാധിക്കും എന്ന് പറയാം, ദേവിയെ കാണാതിരുന്നാൽ. എന്തായാലും ദേവിയുടെ വർത്തമാനം അറിയാതെ ഞാൻ തിരിച്ചു പോവില്ല. നിയമങ്ങളനുസരിച്ച് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഞാൻ തപസ്വിയായി വസിക്കാൻ തീരുമാനിക്കുകയാണ് എന്നും പറഞ്ഞ് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കാൻ തയ്യാറാവുകയാണ് ഹനുമാൻ. വീണ്ടും ചിന്തകൾ തന്നെ വന്നു. ഞാൻ മടങ്ങിപ്പോയാൽ സമുദ്രതീരത്ത് കാത്തുകൊണ്ടിരിക്കുന്ന വാനരപ്പടയെ ഒന്നിച്ച് അംഗദകുമാരനോട് കൂടി മരിക്കും. ആദ്യം പറഞ്ഞതിന് അതുകൊണ്ടുണ്ടാകുന്ന ദോഷം ഈയുള്ളവനെയും ബാധിക്കാതിരിക്കില്ലല്ലോ. ജീവിച്ചിരിക്കുന്നവന് ഏതെങ്കിലും വിധത്തിൽ നന്മ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും ഞാൻ സ്വയം മരിക്കുന്നത് ശരിയല്ല. ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഗുണങ്ങൾ വരാതിരിക്കില്ല എന്നർത്ഥം. സ്വയം മരിച്ചു പോകുക അല്ലെങ്കിൽ ആത്മഹത്യ എന്നുള്ളത് ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല എന്നർത്ഥം. ആ ഒരവസ്ഥ വന്നു ചേർന്നാൽ പോലും നമ്മൾ ഉത്സാഹം വിടാതെ നമ്മൾ ജീവിച്ചിരിക്കണം. എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ തീർച്ചയായും സന്താപത്തിൻ്റെ മറുകര കാണാൻ സാധിക്കും. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാൻ രാവണനെ, അതിബലവാനായുള്ള ആ രാവണനെ നിഗ്രഹിച്ചാലോ? സീതാദേവിയെ കട്ട രാവണനോട് പകരം വീട്ടലായിത്തീരും അത്. അല്ലെങ്കിൽ രാവണനെ പിടിച്ച് പൊക്കിയെടുത്ത് സമുദ്രം ചാടിക്കടന്ന് ശ്രീരാമദേവന് സമർപ്പിച്ചാലോ? അഗ്നിദേവന് പശുവിനെ സമർപ്പിക്കണ പോലെ എന്നർത്ഥം. അഗ്നിദേവനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവിന് പശുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന രാവണനെ സമർപ്പിച്ചാലോ? സീതാദേവിയെ കാണുന്നതുവരെ അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ലങ്കയിൽ എവിടെയെങ്കിലുമൊക്കെ നടന്ന് ഞാൻ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആ കഴുകനായിട്ടുള്ള ഗൃധ്രരാജാവായിരുന്ന സമ്പാതി പറഞ്ഞതനുസരിച്ച് തീർച്ചയായിട്ടും സീതാദേവിയുടെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നതും.
അങ്ങനെ ഞാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ ഞാൻ തന്നെ പോകുന്നതും സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ രാമചന്ദ്ര പ്രഭുവിന് ഒരുപക്ഷെ കോപം വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വന്നേക്കാം. ഞാൻ ഇവിടെ തന്നെ താമസിക്കും. മറ്റുള്ള വികാരങ്ങൾക്കൊന്നും അടിമപ്പെടാതെ നരന്മാരും മാനന്മാരും ആരും തന്നെ ഞാൻ കാരണം നശിക്കാൻ പാടില്ല. ഞാൻ തിരിച്ചു ചെല്ലുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും സീതാദേവിയെ കണ്ടുപിടിക്കണം എന്നെല്ലാം ആത്മവിശ്വാസം തന്നെയാണ് ഹനുമാനെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. വീണ്ടും വീണ്ടും നിരാശനാകാതെ ഉത്സാഹം ഉണ്ടെന്ന് നടിച്ചുകൊണ്ട് സ്വയം തീരുമാനിക്കുകയാണ്, സീതാദേവിയെ ഞാൻ കണ്ടുപിടിക്കും, ഞാൻ കണ്ടുപിടിക്കാതിരിക്കില്ല എന്നെല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹനുമാൻ്റെ ദൃഷ്ടി അവിചാരിതമായിട്ട് ഒരു അശോകവനികയിൽ എത്തി. പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ആരാമം കാണാനായിട്ട് ഇടവന്നു. അപ്പോൾ ഹനുമാൻ നോക്കി, ഇതെന്താ കാണുന്നത്? ഒരു അശോക മലർക്കാവ് കാണുന്നുണ്ടല്ലോ. ആ ആരാമത്തിൽ ഒന്ന് പോയി നോക്കിയാലോ? ഞാൻ എവിടെ അന്വേഷിക്കേണ്ടായിട്ടില്ല. ആ ആരാമം ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ ഞാൻ അതുവരെ പോയിട്ടില്ല. ഒന്ന് പോയി നോക്കാം എന്നാണ്. അശോകവനികാചയം ദൃശ്യതയാ മഹാദ്രുമാ ഇമാം അഭിഗമിഷ്യാമി നഹീയം വിജിതാമയ. അശോകവനിക എന്നുള്ള ഈ സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇപ്പോൾ കാണുന്നു. ഇത് ധാരാളം മഹത്തായിട്ടുള്ള വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. അശോക വൃക്ഷങ്ങൾ, ധാരാളം പൂക്കളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല. ഒരു കാര്യം ചെയ്യാം, ഇമാം അഭിഗമിഷ്യാമി, ഞാൻ ഇപ്പോൾ തന്നെ പോകാം. അശോകവനികയിലേക്ക് ഞാൻ പോയിട്ട് അന്വേഷിക്കാം. ധാരാളം സത്വഗുണമുള്ളവർ, അഷ്ടവസുക്കൾ, ഏകാശരുദ്രന്മാർ, ദ്വാദശാദിത്യന്മാർ, മരുത്തുക്കൾ മുതലായവരൊക്കെ അവരൊക്കെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവരൊക്കെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ആ ആരാമത്തിലേക്ക് ഞാനൊന്ന് പോയി നോക്കട്ടെ. അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ശ്രമം സഫലീകൃതമാകും. രാക്ഷസവംശത്തെ മുഴുവൻ നിഗ്രഹിച്ച് ഇക്ഷ്വാകു വംശത്തിലെ സുന്ദരിയായിട്ടുള്ള സീതാദേവിയെ ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഞാൻ സമർപ്പിക്കും തീർച്ചയായിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആകുലമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ അല്പനേരം ധ്യാനിച്ചിരുന്നു ഹനുമാൻ എന്ന് പറയുകയാണ്. ശ്രീരാമചന്ദ്രസ്വാമിയെ ധ്യാനിച്ചു. എൻ്റെ ഉത്സാഹം ഒന്നുകൂടി ഉണർത്തിയെടുത്തുകൊണ്ട് അത്യുഗ്ര തേജസ്സോടുകൂടി എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിക്കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ധ്യാനിച്ചു. എന്താണ് ഹനുമാൻ പറഞ്ഞതെന്നാണെങ്കിൽ അതിപ്രധാനമായിട്ടുള്ള ധ്യാന ശ്ലോകം ചൊല്ലിയെന്നാണ്. നമസ്തേ രാമായ സ ലക്ഷ്മണായ ദേവീജതസ്യേ ജനകാത്മജായേ മനസ്തോ രുദ്രേന്ദ്രിയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യ. വല്ലാത്ത ധാരാളം അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണത്. നമോസ്തു രാമായ സ ലക്ഷ്മണായ ദേവീജതസ്യേ ജനകാത്മജായേ നമോസ്തു രുദ്രേന്ദ്രിയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യ. എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട്, രാമചന്ദ്ര പ്രഭുവിനെ നമസ്കരിച്ചുകൊണ്ട്, ലക്ഷ്മണനെ നമസ്കരിച്ചുകൊണ്ട്, സീതാദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, രുദ്രനെയും ഇന്ദ്രനെയും യമനെയൊക്കെ നമസ്കരിച്ചുകൊണ്ട്, ചന്ദ്രനെയും മരുത്തുക്കളെയും എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട്, ദേവന്മാരെയൊക്കെ നമസ്കരിച്ചുകൊണ്ട്, എല്ലാവരോടും കൈകൂപ്പി കണ്ണുകളടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ രാമചന്ദ്ര പ്രഭു, ഞാനിതാ നമസ്കരിക്കുന്നു. അല്ലയോ ലക്ഷ്മണകുമാര, ഞാൻ സവിനയം അങ്ങയെ നമസ്കരിക്കുന്നു. ദേവിയെയും കൂടി പ്രാർത്ഥിക്കുകയാണ്. സീതാദേവിയെയും കൂടി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ജനകരാജർഷി സുതയായിട്ടുള്ള ദേവിയെ അടിയനേതാ നമസ്കരിക്കുന്നു. ദേവദേവനായിട്ടുള്ള രുദ്രനെയും അമരാധിപനായിട്ടുള്ള ഇന്ദ്രനെയും വിശ്വവ്യാപിയായിട്ടുള്ള തൻ്റെ പിതാവ് വായുദേവനെയും ശ്രീരാമദൂതനായിട്ടുള്ള ഞാൻ ഭക്തിപൂർവ്വം പ്രണമിക്കുന്നു. കർമ്മസാക്ഷികളായിട്ടുള്ള ചന്ദ്രൻ, സൂര്യൻ, മരുത്തുക്കൾ, ഇവരൊക്കെ അന്യല ദേവന്മാരെയൊക്കെയും പ്രത്യേകം വായുപുത്രനായിട്ടുള്ള ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു.
എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ആ ശ്ലോകം അത് ചൊല്ലിക്കൊണ്ട് രാമേന്ദ്രപ്രഭു മനസ്സിൽ ധ്യാനിച്ചു എന്നാണ്. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവൈജ തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രിയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യ. ഹനുമാൻ ചൊല്ലിയിട്ടുള്ള ഈ സ്തുതിയാണ് നമ്മൾ ദിവസവും ഇതിൻ്റെ പ്രാരംഭത്തിൽ ചൊല്ലാറുള്ള ഒരു ശ്ലോകം. ഏതായാലും സുഗ്രീവനെയും മനസ്സാ നമസ്കരിച്ചു ഹനുമാൻ. അശോകവനികയിലേക്ക് പോകുവാൻ നിശ്ചയിച്ച് എല്ലാ ദിക്കുകളും നോക്കി മനസ്സിലാക്കി മനസ്സ് ശാന്തമാക്കിയിട്ട് എന്താണ് താൻ ഇനി ചെയ്യേണ്ടത് എന്ന് ബുദ്ധിയിൽ തെളിഞ്ഞു വന്നു ഹനുമാന് എന്ന് പറയാണ്. ഈ ആരാമത്തിൽ ഒരുപക്ഷെ സംസ്കാര സമ്പന്നരായിട്ടുള്ള ഉദാരമതികളായിട്ടുള്ള രാക്ഷസന്മാരൊക്കെ ഉണ്ടായി എന്ന് വരാം, അറിയില്ല, ഉണ്ടായെന്ന് വരാമെന്ന് ചിന്തിക്കുകയാണ്. ഓരോ മരങ്ങളുടെയും ഇടയിലും മരത്തോപ്പുകൾ അനേകമുള്ള ഈ അശോക മലർക്കാവിൽ വളരെ ശ്രദ്ധയോടുകൂടി അന്വേഷിക്കണം. ഒരുപക്ഷെ അനേകം കാവൽക്കാർ ഓരോ മരത്തിൻ്റെ ചുറ്റും കാവൽ നിൽക്കുന്നുണ്ടാകാം. സർവ്വവ്യാപിയായിട്ടുള്ള വായുദേവൻ എപ്രകാരമാണ് ശങ്കിച്ചുകൊണ്ട് വീശുന്നത്, അങ്ങനെയാണ് ഇവിടെ തോന്നുന്നത് എന്നൊക്കെ. മന്ദമാരുതൻ വളരെ പതുക്കെയാണ് വീശുന്നതെന്ന് ഹനുമാന് തോന്നുകയാണ്. അപ്പോൾ തൻ്റെ പിതാവായിട്ടുള്ള വായുദേവൻ പോലും സംശയത്തോടു കൂടിയാണോ അശോകവനികയിലേക്ക് പ്രവേശിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു, എന്ന് സംശയിച്ചു. ഏതായാലും തൻ്റെ ശരീരം ചെറുതാക്കി മഹാപ്രഭുവായിട്ട് ശ്രീരാമദേവന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ രാക്ഷസ ചക്രവർത്തിയായ രാവണന് വേണ്ടിയിട്ടും രണ്ടുപേർക്കും വേണ്ടി എന്ന് പറയാം. രാവണനെ നിഗ്രഹിക്കാൻ സാധിക്കണം, ശ്രീരാമചന്ദ്രനെ പോയി പ്രാപിക്കാനായിട്ട് സാധിക്കണം, സീതാദേവിയെ കൊണ്ടുപോകാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് താൻ തൻ്റെ ശരീരമൊക്കെ ചെറുതാക്കി ആരും കാണാത്ത വിധത്തിൽ അശോകവനികയിലേക്ക് പ്രവേശിക്കാനായിട്ട് തീരുമാനിച്ചു. സ്വയം ചിന്തിക്കുകയാണ്. സ്വയംഭൂവായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മാവും അഗ്നിദേവനും വായുദേവനും എല്ലാ ദേവന്മാരും ദേവേന്ദ്രനുമൊക്കെ എനിക്ക് ഉദ്ദിഷ്ടമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാക്കി തരട്ടെ എന്നെല്ലാം സ്വയം പ്രാർത്ഥിച്ചുകൊണ്ട് ശരീരം ചെറുതാക്കി ഹനുമാൻ എന്ന് പറയുകയാണ്. ബ്രഹ്മാ സ്വയംഭൂർ ഭഗവാൻ ദേവാശ്ചൈവ ദിശന്തുമേ സിദ്ധിം അഗ്നിശ്ച വായുശ്ച പുരുഹൂതശ്ച വജ്രഭൃ വരുണ പാശഹസ്തശ്ച സോമാദിത്യോ തഥൈവജാം. അതുപോലെ തന്നെ വരുണനും കർമ്മസാക്ഷിയായിട്ടുള്ള സൂര്യനും എല്ലാവർക്കും, മഹാദേവനും സർവഭൂതങ്ങൾക്കും ഭൂതനാഥനായിട്ടുള്ള ദേവദേവനായിട്ടുള്ള അദൃഷ്ടരൂപിണിയായിട്ടുള്ള രൂപത്തിലിരിക്കുന്ന എല്ലാ ദേവന്മാർക്കും അവരെല്ലാവരും എന്നെ രക്ഷിക്കണേ, എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിദ്ധിം സർവാണി ഭൂതാനി ഭൂതാനാം സേവയ പ്രഭുവും ദാസ്യന്തി മമയേ ചാന്യേ ഹ്യദുഷ്ടാപഥി ഗോചരാം. കാണാൻ വയ്യാതെ മറഞ്ഞിരിക്കുന്ന എല്ലാ ദേവന്മാർക്കും നമസ്കരിച്ചുകൊണ്ട് എൻ്റെ യജ്ഞം സഫലീകൃതമാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെല്ലാം എൻ്റെ ഈ പ്രവൃത്തി മാർഗത്തിൽ എനിക്ക് തുണയായി തീരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ഹനുമാൻ അശോകവനികയിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ വളരെ ശുഭസൂചകമായിട്ട് തോന്നുന്നു നമുക്കിതെല്ലാം കേട്ട് കഴിഞ്ഞാൽ. ഏത് കാര്യം സിദ്ധിക്കണമെങ്കിൽ, ഏത് കാര്യവും നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണമെന്നുള്ളതിന് പ്രത്യേകം പ്രാധാന്യം കൊടുക്കുകയാണ് ഹനുമാൻ. എല്ലാവരെയും ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് തൻ്റെ കണ്ണുകളൊക്കെ വിടർത്തിക്കൊണ്ടും ആ ദേവിയെ, തൻ്റെ ധർമ്മപത്നിയെ ഞാൻ കണ്ടുപിടിക്കും, എപ്പോഴാണ് ഞാൻ കാണുക എന്നറിയില്ല, കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് കൊടും ക്രൂര കർമ്മനിരതനായിട്ടുള്ള രാവണൻ, രാക്ഷസേശ്വര രാവണൻ തൻ്റെ ശക്തിയാൽ വിഷമിപ്പിക്കുന്ന നിർമ്മലാംഗിയായിട്ടുള്ള ദേവിയെ എങ്ങനെയാണ് എൻ്റെ ദൃഷ്ടിയിൽപ്പെടും എന്ന് ചിന്തിച്ചുകൊണ്ട് രാവണൻ്റെ പീഡനങ്ങളൊക്കെ ഇരയായി തീർന്നുകൊണ്ടിരിക്കുകയാണോ തൻ്റെ ദേവി എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പ്രവേശിച്ചത് ഹനുമാൻ എന്നൊക്കെ പറയാണ്. അങ്ങനെയുള്ള ദേവിയെ ഞാൻ കണ്ടുപിടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി
തതുന്നസം പാണ്ഡരദന്തമവ്രണം ശുചിസ്മിതം പത്മപരാശലോചനം ദക്ഷേ തദാര്യാവദനം ഗതാന്വഹം പ്രസന്നതാരാധിപ തുല്യദർശനം. ക്ഷുദ്രേണ പാപേന നിശംസകർമ്മണ, ക്ഷുദ്രമായിട്ടുള്ള പാപകർമ്മങ്ങൾ ചെയ്യുന്ന രാക്ഷസനായിട്ടുള്ള രാവണൻ സുദാരുണാലങ്കൃത വേഷധാരിണ ബലാഭിഭൂതാഹി അബലാ തപസ്വിനി, അബലയായിട്ടുള്ള തപസ്വിനിയായിട്ടുള്ള സീതാദേവിയെ ബലം പ്രയോഗിച്ച് ദുഃഖിപ്പിക്കുന്നുണ്ടോ? കഥം നുമേ ദൃഷ്ടിപഥേദ്യ സ്വാഭവേൽ, അറിയില്ല. അങ്ങനെയുള്ള ആ സീതാദേവിയെ തീർച്ചയായിട്ടും എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ കാണാനായിട്ട് ഇടവരും എന്നെല്ലാം പ്രതീക്ഷ കൊടുത്തുകൊണ്ട് അശോകവനികയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശരീരമൊക്കെ ചെറുതാക്കി ധ്യാനനിരതനായിട്ട് ഹനുമാൻ തയ്യാറായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം സമർപ്പിക്കുന്നത്. ഇനി 14-ാം സർഗത്തിൽ അശോകവനികയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വർണ്ണിക്കുന്നു. അവിടുന്ന് അശോകവനികയുടെ ഉള്ളിൽ കണ്ട അത്ഭുതമായിട്ടുള്ള കാഴ്ചകളും അവിടെ നിന്ന് പിന്നീട് അടുത്ത അധ്യായത്തിലാണ് പിന്നെ സീതയെ സന്ദർശിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നത്. അങ്ങനെ സീതാദേവിയെ കാണുന്നതും സീതയെ സന്ദർശിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇനി വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് കേൾക്കാനുള്ളത്. അതെല്ലാം നമുക്ക് അടുത്ത അധ്യായങ്ങൾ പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു, സീതാദേവിയുടെ പാദങ്ങളിലും സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ.